പഴംപൊരിയിൽ നിന്ന് ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി. ഞാൻ നെട്ടയത്തായിരുന്നു. അവിടെ നിന്ന് നേരെ രാവിലെ തിരുമല വീട്ടിലേക്ക് വന്നപ്പോഴേക്കും വീട്ടിൽ ഇന്നൊന്നും കുക്ക് ചെയ്തിട്ടൊന്നുമില്ല. ഇനി ചെന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള സമയവും ഇല്ലാത്തത് കൊണ്ട് ഏട്ടൻ ഇഡ്ഡലി സാമ്പാറും ഒക്കെ വാങ്ങി കഴിച്ചു. ഞാനൊരു പഴംപൊരി കഴിച്ചു കേട്ടോ. വേദേ സ്കൂളിൽ വിട്ടിട്ട് അതുവഴി വരുന്നതാണ്. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് നേരെ വീട്ടിൽ പോയി നമ്മുടെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് ഏട്ടൻ കൂടെ ഉണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഞാനും ഏട്ടനും കൂടെയാണ് ഇന്ന് ഫുൾ ക്ലീൻ ചെയ്യാൻ പോകണം. ഫസ്റ്റ് താഴെ ഇരുന്ന ചെടിച്ചട്ടികളെല്ലാം മുകളിൽ കയറ്റി. അപ്പോൾ അവിടെ കുറേ മണ്ണും ചെളിയായിട്ടൊക്കെ കിടന്ന് ചെടിച്ചട്ടി ഇരുന്ന സ്ഥലത്ത് അതിനെല്ലാം ഫുൾ ക്ലീൻ ചെയ്തു. ഇത് ചെടിച്ചട്ടികളല്ല, മീൻസ് ഞാൻ മുളകൊക്കെ നട്ടിരുന്ന ആ ചട്ടികളും നിറയെ മണ്ണും ഒക്കെ നിറച്ച് വെച്ചിരുന്ന ചട്ടികളുണ്ടായിരുന്നു. എല്ലാം ഈ സൈഡിൽ ഇരുന്നതാണ്. അതിനെല്ലാം മുകളിൽ കയറ്റി ഇവിടെ സെറ്റ് ചെയ്തു. ഇനി ആര് വെള്ളം ഒഴിക്കും എന്നുള്ളതാണ് ഒരു കൺഫ്യൂഷൻ. എങ്കിലും കുഴപ്പമില്ല, ഇതുപോലെയൊക്കെ പതിയെ ഇറങ്ങി വെള്ളം ഒഴിക്കാമെന്ന് കരുതി. അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഫുൾ ക്ലീനിങ് ആണ്. ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, അതിനുള്ള സമയം കിട്ടിയില്ല. ഫുൾ ക്ലീനിങ് കഴിഞ്ഞ കേട്ടോ. ഇനി വീട്ടിനകം കുറച്ചൊന്ന് വലയടിക്കാനൊക്കെ ഉണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ബാക്കി ഫുൾ പാടുപെട്ടുള്ള എല്ലാ ജോലികളും കഴിഞ്ഞു. ഇൻ്റർലോക്കെല്ലാം ഫുൾ ക്ലീൻ ചെയ്തു. പിന്നെ വീടിനകം ഫുൾ തുടച്ചു. മാറ്റുകളെല്ലാം കംപ്ലീറ്റ് വാഷ് ചെയ്തു. ഫുൾ പരിപാടി ഏട്ടൻ കൂടെ ഹെൽപ്പ് ചെയ്ത കേട്ടോ. ഫുൾ പരിപാടി ഉച്ചയായപ്പോൾ കഴിഞ്ഞ്. നോ കുക്കിംഗ്. ഇനി നാളെ മുതലേ ഞാൻ എൻ്റെ കിച്ചൺ ഓപ്പൺ ചെയ്യത്തുള്ളൂ. എന്നും ഒന്നും കുക്ക് ചെയ്തിട്ടില്ല. എല്ലാ പരിപാടികളും കഴിഞ്ഞു. കുളിച്ച് റെഡിയായിരിക്കുകയാണ്. ഇനി പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് കരുതി. ഇപ്പോൾ സമയം 1:45. ഏട്ടൻ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏട്ടൻ കൂടെ കുളിച്ചിട്ട് വന്നാൽ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പുറത്തെവിടെയെങ്കിലും പോയി കഴിച്ചിട്ട് വരാമെന്ന് കരുതി. വേദയ്ക്ക് ഇന്ന് ഭീമാപ്പള്ളി ഉറൂസ് ആയതുകൊണ്ട് 12 മണി വരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. ഫുൾ എല്ലായിടത്തും ഹോളിഡേ ആയിരുന്നു. പക്ഷേ വേദയ്ക്ക് 12 മണി വരെ ക്ലാസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞിട്ട് വേദയും വന്നു. അപ്പം ഞങ്ങളിനി പുറത്ത് പോയി ഒന്ന് ലഞ്ചൊക്കെ കഴിക്കാനായിട്ട് നിൽക്കുകയാണ്. എന്തായാലും ഫുൾ പരിപാടി കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. പാടുപെട്ടുള്ള എല്ലാ ജോലികളും കഴിഞ്ഞു. ഇനി ഡൈനിങ്ങും താഴത്തെ റൂമും കിച്ചണും ഒന്ന് വലയടിക്കണം. അത്ര മാത്രമേ ഉള്ളൂ. ബാക്കി ഫുൾ ഞാൻ ക്ലീൻ ചെയ്തു. ഒന്ന് കാണിച്ചു. അതേ ഇൻ്റർലോക്കൊക്കെ ഞാൻ എന്താ പളാന്നാക്കി. പളവളാന്നായിട്ടില്ല എങ്കിലും നല്ല ക്ലീൻ ആയിട്ടുണ്ട്. പ്രഷർ പമ്പൊന്നും എടുത്തില്ല. നമ്മുടെ സാധാ ഓസ് വെച്ച് ഇന്നാളെ നമ്മൾ പ്രഷർ പമ്പ് എടുത്ത് ക്ലീൻ ചെയ്തിട്ട് മാത്രം നീറ്റായില്ല കേട്ടോ. അതുകൊണ്ട് പ്രാവശ്യം എടുക്കണ്ട, ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. നല്ല രീതിയിൽ തന്നെ ക്ലീനിങ് കഴിഞ്ഞു. തറയെല്ലാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇത് വേദയുടെ യൂണിഫോം കേട്ടോ. മാറ്റുകൾ, ഡൈനിങ് ടേബിളിലെ മാറ്റ് എല്ലാം കംപ്ലീറ്റ് വാഷ് ചെയ്ത് ഉണങ്ങാനായിട്ടിട്ടിരിക്കുക കേട്ടോ. ഒന്ന് നല്ല വെയിലുണ്ട്. ഫുൾ കഴുകി ഉണങ്ങാനായിട്ടിട്ടിട്ടുണ്ട്. വീടെല്ലാം നല്ല സൂപ്പർ ആയിട്ടുണ്ട്. മാറ്റൊക്കെ സൂപ്പറായിട്ട് കഴുകി, ബ്രഷൊക്കെ വെച്ച് നന്നായിട്ട് കഴുകി തറയെല്ലാം തുടച്ച് വൃത്തിയാക്കി നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി നിൽക്കുക അല്ലേ. അറിയില്ല. ഫുൾ മാക്സിമം ക്ലീൻ ചെയ്തു. ഇതെനിക്കൊരു മാട്രസ് കൊളാബ് വന്നത് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് തിരിച്ച് റിട്ടേൺ ചെയ്യണം. അപ്പോൾ അതിൻ്റെ വേസ്റ്റുകളാണ് ഈ ഇരിക്കുന്നത്. ഇത് പിന്നെ വേദയ്ക്ക് പ്രോഗ്രാമുണ്ട്, ഡാൻസിൻ്റെ ആനുവൽ ഡേയുടെ. അതുകൊണ്ട് ബാഗിൽ നിന്ന് ജ്വല്ലറിയൊക്കെ എടുക്കണമായിട്ട് ബാഗ് അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇത് ഞാൻ കളയാൻ വെച്ചിരിക്കുന്ന ചപ്പാത്തി പലകയാണ്. ബാക്കി എല്ലാം നീറ്റാക്കിയിട്ടുണ്ട്. കിച്ചൺ കുക്കിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. പക്ഷേ നമ്മുടെ ഡ്രോയറൊക്കെ ഞാനെല്ലാം പാത്രങ്ങളെല്ലാം അടുക്കി പെറുക്കി എല്ലാം നല്ല സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. ഇങ്ങനെ കുറേ എല്ലാം പാത്രങ്ങളൊക്കെ സെറ്റ് ചെയ്തു. എല്ലാം നല്ല ഓൾ സെറ്റ്. വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചു. കിച്ചൻ്റെ ഈ ഒരു സ്ലാബ് മാത്രം ഇന്ന്, കാരണം കുക്കിംഗ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു സ്ലാബ് മാത്രം ഇന്ന് ക്ലീൻ ചെയ്യാതെ ഉള്ളൂ. ക്ലീൻ ചെയ്തിട്ടിട്ട് പോയതാണ്, പക്ഷേ ക്ലീൻ ചെയ്യാത്തത് അവിടെ മാത്രമേ ഉള്ളൂ. തറയെല്ലാം, കിച്ചണിൻ്റെ തറയും എല്ലാം തുടച്ചു. കണ്ടോ, നമ്മുടെ ബാക്ക് സൈഡും ഫുൾ പരിപാടികളൊക്കെ കഴിഞ്ഞു. എല്ലാം അറേഞ്ച് ചെയ്തു, സെറ്റ് ചെയ്തു. ഇത് വേസ്റ്റ് പുറത്ത് കുറച്ച് മണ്ണ് കോരി മാറ്റാനുണ്ട്, അതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ഈ പാത്രങ്ങൾ ഞാൻ ആക്രിക്ക് കൊടുക്കാൻ മാറ്റി വെച്ചിരിക്കുക കേട്ടോ. ബാക്കി എല്ലാം സെറ്റ് ചെയ്തു. ഇനി ഇവിടെ കുറച്ചൊന്ന് വൈറ്റ് വാഷ് അടിക്കണം. ആ ഒരു പരിപാടി കൂടെ ഉണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ എല്ലാം സെറ്റാണ്. ഞാൻ നമ്മുടെ ചെടികളെല്ലാം മുകളിൽ കയറ്റി കേട്ടോ. ഇതിൻ്റെ മുകളിൽ ചെടികളെല്ലാം വച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാവേ.
ഈ 2 ഹോളോ ബ്രിക്സ് നമുക്കൊരു ദം ബിരിയാണി വീഡിയോ കിടക്കുകയല്ലേ, അതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഫുൾ എല്ലാം സെറ്റ് ചെയ്ത് കേട്ടോ, എല്ലാം നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് പെയിൻറ്റ് ഇവിടെ അടിക്കാനായിട്ട്, ഈ ഒരു ഇതിൽ അടിക്കാനായിട്ട് ഫുൾ സിമൻ്റായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെയിൻറ്റ്, ബാക്കിയെല്ലാം സെറ്റ്. അപ്പോൾ പോയി ലഞ്ച് കഴിക്കാം നമുക്ക്. ബിരിയാണി. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് പാരഗൺ റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ പാരഗണിൽ നിന്ന് ആക്ച്വലി പാഴ്സൽ വാങ്ങിച്ചാൽ ഇവിടുത്തെ ബിരിയാണി കൊള്ളത്തില്ല. ഇവിടുത്തെ ബിരിയാണി ഫേമസ് ആണ്, പക്ഷേ പാഴ്സൽ വാങ്ങിയാൽ കൊള്ളത്തില്ല. അത് ആ ചൂടോടെ കഴിക്കാൻ തന്നെയാണ് ടേസ്റ്റ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴേ, ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ 2 മണിയായി. ഇവിടെ വന്നപ്പോൾ നല്ല തിരക്കുണ്ട്. ഇതെപ്പോഴും ഉള്ളൊരു അവസ്ഥ തന്നെയാണ് ഈ പാരഗണിൽ ഈ ഒരു തിരക്ക്. ഈ കിടക്കുന്ന കാറുകളിലെല്ലാം ആൾക്കാർ വന്ന് നിൽക്കുന്നതാട്ടോ. ഈ പുറത്ത് നിൽക്കുന്നവരും അകത്ത് കയറി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്നവരിൽ പെട്ടവരാട്ടോ. ഇവിടെ ടോക്കൺ നമ്പർ സിസ്റ്റമൊക്കെ ഉണ്ട്. ടോക്കണൊക്കെ എടുത്ത് വെയിറ്റ് ചെയ്യുമ്പോഴേക്കായിരിക്കും. നിങ്ങൾ കരുതുന്നുണ്ടാവും ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ നിന്ന് കഴിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. നല്ല ഭക്ഷണമാണ് ഇവിടുത്തേത്. മീൽസ് ആയാലും ബിരിയാണി ആയാലും, എസ്പെഷ്യലി ബിരിയാണി. പക്ഷേ നമ്മൾ പാഴ്സൽ വാങ്ങിയാൽ കൊള്ളത്തില്ല കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. 2-3 പ്രാവശ്യം ഞാൻ പാഴ്സൽ വാങ്ങിയിട്ടും പാരഗണിലെ ബിരിയാണി കൊള്ളത്തില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കും ടോക്കൺ നമ്പർ കിട്ടി. അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. സീറ്റില്ല കേട്ടോ, ആർക്കും സീറ്റില്ല. പിന്നെ 3 പേരായതുകൊണ്ട് ഒരു 20 മിനിറ്റിനുള്ളിൽ സീറ്റ് കിട്ടും എന്ന് പറഞ്ഞു. ബാക്കി എല്ലാവരും 1/2 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെയാണ് ഓരോരുത്തരും. കുറേ നമ്പർ ഓഫ് ആൾക്കാർ വരുമ്പോൾ അവരോടൊക്കെ കുറേ സമയമാണ് അവർ പറയുന്നത്. നമ്മൾ 3 പേരായതുകൊണ്ട് ചിലപ്പോൾ മേ ബി സീറ്റ് ഉണ്ടാവാം. പെട്ടെന്ന് കഴിച്ചെണീക്കുന്ന കുറേ സമയം മുന്നേ വന്ന ആരെങ്കിലും ഉണ്ടാവാം. അപ്പോൾ ആ സീറ്റ് നമുക്ക് കിട്ടിയാലായി. അങ്ങനെ ഞങ്ങളും ടോക്കൺ നമ്പറെല്ലാം എടുത്തിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. നമ്മൾ മാത്രമല്ല, നമ്മളെപ്പോലെ പലരും ഇതുപോലെ ടോക്കൺ നമ്പർ എടുത്ത് വെയിറ്റ് ചെയ്യാണ്. 6 പാർക്കിങ്ങിന് തന്നെ വേണം ഒരു മണിക്കൂർ കേട്ടോ. അവിടെ ഇത്രയും സ്പേസ് ഉണ്ടായിട്ട് കാറ് വാക്കാനുള്ള സ്ഥലമില്ല. അത്രയ്ക്ക് തിരക്കാണ്. എന്തിന് ഞാൻ പറയുന്നത്, നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. എല്ലാവരും ടോക്കൺ നമ്പർ എടുത്ത് അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ വിളിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അവരൊരു വെയിറ്റിംഗ് ടൈം പറയുന്നുണ്ട് കേട്ടോ. ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റ് 15 മിനിറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അത് ആ ഒരു സമയം നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാം. 2:30 മണിയായി കേട്ടോ. എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. എനിക്കങ്ങനെ വിശപ്പുള്ള ആളല്ല, പക്ഷെ പണ്ടാരടങ്ങിയിട്ട് ഇനിയും ജോലിയൊക്കെ കഴിച്ചിട്ട് വന്നതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല. വിശന്ന് പണ്ടാരടങ്ങിയിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴേക്കും വിളിച്ചു മാം സീറ്റ് റെഡിയാണ്, മുകളിലേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ മുകളിൽ ചെന്നപ്പോൾ പറഞ്ഞു ഒരു 2 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്ത് പിടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മുകളിൽ ചെന്ന് അവിടെയും കുറച്ച് സമയം ഇരുന്നു. എല്ലാ ടേബിളും ഫുള്ളാണ്. അപ്പോൾ ഇവരൊക്കെ കഴിച്ച് നീറ്റാണെങ്കിൽ അടുത്ത ആൾക്കാർക്ക് തമ്മിൽ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് പ്രതീക്ഷിച്ച് തന്നെയാണ് താഴെ ഉള്ളവർ നിൽക്കുന്നത്. ഇവിടെ തിരക്കാണ്. മറ്റുള്ളവർ കഴിച്ച് കഴിഞ്ഞിട്ടേ നമുക്ക് സീറ്റ് കിട്ടും എന്നത് പ്രതീക്ഷിച്ച് തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്. ഇനി ഇവിടെ വന്നിരുന്നാലോ, ഫുഡ് നമ്മൾ ഓർഡർ ചെയ്ത് അത് കൊണ്ടുവരാൻ എത്ര സമയമെടുക്കും. എനിക്കാണെങ്കിൽ വിശപ്പ് സഹിക്കാൻ വയ്യ. രാവിലെ ആ ഒരു പഴംപൊരിയിലും ചായയിലും നിന്നു. പിന്നെ ഇടയ്ക്ക് കുറച്ച് നട്ട്സ് കഴിച്ചു കേട്ടോ. വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും ജോലിയെല്ലാം ചെയ്ത് ഫുൾ അവിടെ എല്ലാം കഴുകി എല്ലാം കഴുകി എല്ലാം കൂടെ കഴിഞ്ഞ് വന്ന് 2:30 മണിയായിട്ട് ഒന്നും കഴിക്കാത്തതുകൊണ്ടാവാം ഭയങ്കര വിശപ്പും. പിന്നെ ബിരിയാണിയുടെ മണമൊക്കെ ഇങ്ങനെ മൂക്കിനകത്ത് തുളച്ച് കയറുന്നുണ്ട് കേട്ടോ. അങ്ങനെ വളരെ കൺട്രോൾ ചെയ്ത് ഞാൻ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴേക്കും പറഞ്ഞു മാം സീറ്റ് റെഡിയാണ്. ഓക്കെ സന്തോഷം, സീറ്റ് റെഡിയാണ്. സീറ്റിലേക്ക് പോയിരുന്നു. എന്നിട്ടും വേണ്ടേ പ്ലേറ്റ് മെനു തരണം, അത് നമ്മൾ ഓർഡർ ചെയ്യണം. പിന്നെ കുറേ സമയം കഴിഞ്ഞ് വെള്ളം കൊണ്ടുവയ്ക്കും. പിന്നെ കുറേ സമയം കഴിഞ്ഞ് പ്ലേറ്റ് കൊണ്ടുവയ്ക്കും. കുറേ സമയം കഴിഞ്ഞ് ഫുഡ് കൊണ്ടുവയ്ക്കും. അത്രയും സമയം വെയിറ്റ് ചെയ്യണ്ടേ. എങ്ങനെ പോയാലും 3 മണിയാവും കേട്ടോ ആഹാരം കഴിക്കാനായിട്ട്. അപ്പോൾ ഇത്രയും വിശക്കുന്നെങ്കിൽ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിക്കൂടെയെന്ന്. പക്ഷേ എന്താ പാരഗണിലെ ബിരിയാണി കഴിച്ചിട്ട് ഇന്ന് മതിയാവുള്ളൂ എന്ന് കരുതിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. എത്ര താമസിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഒരു 20 മിനിറ്റ് ഞങ്ങളോട് സമയം പറഞ്ഞു. അപ്പോൾ 20 മിനിറ്റ് കയറാമല്ലോ, പിന്നെ ഒരു 10-15 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് കയറിയത്. എന്തായാലും വിശപ്പ് സഹിക്കാൻ വയ്യ. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, കുറച്ച് സമയം ഇരുന്നപ്പോഴേക്കും നമുക്ക് ടേബിൾ റെഡിയാണ്. അങ്ങോട്ടേക്ക് പോയി അവിടെ ഇരുന്നു. എന്നിട്ട് അപ്പോൾ തന്നെ അവർ മെനു കാർഡ് കൊണ്ട് തന്നു. സൂപ്പോ സ്റ്റാർട്ടറോ ഒന്നും ഓർഡർ ചെയ്തില്ല കേട്ടോ. ഡയറക്റ്റ് നമ്മൾ മെയിൻ കോഴ്സിലേക്കാണ് പോയത്. ഞാനും വേദയും ഹാഫ് ചിക്കൻ ബിരിയാണി പറഞ്ഞു. ഏട്ടനൊരു ഫുൾ മട്ടൻ ബിരിയാണിയും പറഞ്ഞേ. ഞാനെന്തായാലും ചിക്കൻ ബിരിയാണി പറയത്തുള്ളൂ. വേദയ്ക്ക് മന്തി, ഇവിടെ മന്തിയില്ല. മന്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മന്തി എപ്പോഴും ഞാൻ നോക്കിയിട്ട് എൻ്റെ ബിരിയാണിയുടെ ഇഷ്ടം നോക്കിയിട്ട് അങ്ങനെയുള്ള കടകളിൽ മാത്രമേ കയറാറുള്ളൂ. ഇനി നെക്സ്റ്റ് ടൈം മന്തി വാങ്ങാനായിട്ട് വേദയും കൊണ്ട് പോകണം. വേദയ്ക്ക് മന്തി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പേഴ്സണലി മന്തി അത്ര ഇഷ്ടമല്ല കേട്ടോ. കഴിക്കും, പക്ഷെ അത്ര ഇഷ്ടമല്ല. ഇനി അടുത്ത പ്രാവശ്യം വേദയും കൊണ്ട് മന്തി കഴിക്കാനായിട്ട് പോകണം. അപ്പോൾ മന്തി ഇല്ലാത്തതുകൊണ്ട് ഓഫ് കോഴ്സ് വേദയും ചിക്കൻ ബിരിയാണി തന്നെ പറഞ്ഞു. ഞങ്ങൾ ഹാഫേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇനി ഏട്ടൻ എന്ത് കഴിക്കും എന്നുള്ളൊരു കൺഫ്യൂഷനേ ഉള്ളൂ. ഇനി മീൽസ് ആണോ
ബിരിയാണിയാണോ, ബിരിയാണി ഏട്ടന് അത്ര താല്പര്യമില്ല. ബിരിയാണിയാണോ അതോ ചപ്പാത്തി പോലുള്ളതാണോ? അപ്പോൾ അപ്പം, ചപ്പാത്തി, ഫിഷ് കറിയൊക്കെ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഏട്ടന് ആദ്യം ചപ്പാത്തി പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞില്ല കുഴപ്പമില്ല മട്ടൻ ബിരിയാണി കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ചപ്പാത്തി മട്ടൻ കറിയാണ് പറഞ്ഞു. പിന്നെ പറഞ്ഞു വേണ്ട മട്ടൻ വേണ്ട, മട്ടൻ ബിരിയാണി മതി എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ മട്ടൻ ബിരിയാണിയും വാങ്ങി, ഞങ്ങൾ ഓരോ ചിക്കൻ ബിരിയാണിയും വാങ്ങി. ഞാൻ പറഞ്ഞില്ലേ സൂപ്പൊന്നും കുടിക്കാനുള്ളൊരു സാവകാശം ഇല്ല, ഒരു സ്റ്റാർട്ടർ കഴിക്കാനുള്ള ഇല്ല, നേരെ ബിരിയാണിയിലേക്ക് പോയി. പക്ഷേ സൂപ്പൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ആശ്വാസമായേനെ. പിന്നെ സൂപ്പൊക്കെ കഴിച്ച് കഴിയുമ്പോഴേ കുറച്ച് വയറൊന്നും നിറഞ്ഞ പോലെ തോന്നും. പിന്നെ ആ ബിരിയാണിയൊക്കെ കഴിക്കണതിന് കുറവ് വരും. അതുകൊണ്ടാണ്. അപ്പമൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞു കേട്ടോ. കഴിഞ്ഞെന്നല്ല, അപ്പം ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഇല്ല. ചപ്പാത്തിയൊക്കെ ഉണ്ടായിരുന്നു. റൊട്ടി ആയിട്ടും പറഞ്ഞത്, റൊട്ടിയും മട്ടൻ കറിയും പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു വേണ്ടാന്ന്. അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്ത് വീണ്ടും വെയിറ്റിംഗ് പീരീഡ് ആട്ടോ. അങ്ങനെ കുറേ സമയം ഇരിക്കണം. എൻ്റെ മുഖമൊക്കെ നോക്കി എനിക്ക് ഭയങ്കര ക്ഷീണം. എനിക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ വണ്ടിയിരുന്ന് അങ്ങനെ ഞാൻ ഇങ്ങനെ വരുമായിരുന്നു. ഉറങ്ങി വന്നപ്പോഴേക്കും നമ്മുടെ പാരഗൺ എത്തി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ബിരിയാണി കഴിച്ചിട്ടൊന്ന് ഉറങ്ങാം. ബിരിയാണി കഴിക്കുമ്പോൾ എന്തായാലും ഒരു ഉറക്കം വരുമല്ലോ. എന്തായാലും ബിരിയാണി കഴിച്ചിട്ട് ഉറങ്ങാമെന്നൊക്കെ പറഞ്ഞാണ് വന്നത്. ഇവിടെ തിരക്കും ഉണ്ടാവുമെന്ന് കരുതി. പക്ഷേ 2:30 മണി വന്നപ്പോൾ 3 മണിയായി. ഭക്ഷണം കഴിച്ചപ്പോൾ എല്ലാം കൂടെ ആയപ്പോൾ ഉറക്കവും പോയി. ഉറക്കം ഉണ്ടായിരുന്നു, പക്ഷെ ഒന്ന് കിടക്കാനുള്ള സമയം കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. നടുവൊന്നും ഇങ്ങനെ നൂരുന്നില്ല കേട്ടോ. ആരും എന്നോട് ചോദിച്ചു സെർവൻറ്റിനെയൊക്കെ വെച്ച് ചെയ്തുകൂടെ, എന്തിനാ കിടന്ന് കഷ്ടപ്പെടുന്നതെന്ന്. ആരെ വെച്ച് നമ്മൾ ചെയ്താലും നമ്മൾ ചെയ്യുന്നതിൻ്റെ അത്ര നീറ്റ്നെസ് ഉണ്ടാവത്തില്ല. പക്ഷെ ശരിക്കും ഞാൻ ഒരാളെ വെച്ച് ചെയ്യാനായിട്ട് നിന്നതാണ്. ആളെ കിട്ടിയില്ല. അവരും ഞാനും കൂടെ നിന്ന് ചെയ്യാമെന്ന് പറഞ്ഞ് നിന്നപ്പോൾ ആളെ കിട്ടിയില്ല. പിന്നെ അച്ഛനും അമ്മയും വരാൻ നിന്നപ്പോൾ നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല, ഞാനും ഏട്ടനും കൂടെ നിന്ന് അങ്ങ് ചെയ്യാം എന്ന് കരുതി ഞങ്ങളങ്ങ് ചെയ്തതാട്ടോ. അങ്ങനെ വെള്ളമെല്ലാം കൊണ്ടുവച്ചു, ബിരിയാണിയും നോക്കി, അങ്ങനെ ക്ഷീണിച്ചിരിക്കുക കേട്ടോ. വിശക്കുന്നുണ്ട്, ഉറക്കം വരുന്നുണ്ട്, എല്ലാം കൊണ്ടും ആകെ കൂടെ ഒരു എന്തോ പോലെ. ഒന്ന് മനസ്സിലാക്കാമല്ലോ, വിശപ്പും ഉറക്കമൊക്കെ വരുമ്പോൾ ഫുൾ ടയേർഡായിരിക്കുമ്പോൾ ഉള്ളൊരു അവസ്ഥ. പ്രത്യേകിച്ച് ബിരിയാണി തിന്നാനായിട്ട് ഇങ്ങനെ വന്ന് കൊതിച്ചിരിക്കുമ്പോൾ അത് വേറൊരു ഫീലിങ്സ് ആട്ടോ. ബിരിയാണി ഓർഡർ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ ആളെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു പൈനാപ്പിൾ ജ്യൂസ്, ഒരു ലൈം ജ്യൂസ്, പിന്നെ വേദയ്ക്കൊരു ഡെസേർട്ട്, വൈറ്റ് ചോക്ലേറ്റ് ബോണ്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡെസേർട്ടും ഓർഡർ ചെയ്തു. അത് ബിരിയാണി കഴിച്ച് കഴിയുമ്പോൾ കൊണ്ട് തരണേന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ ബിരിയാണി കഴിച്ചിട്ട് അത് ഓർഡർ ചെയ്യാനിരുന്നാൽ വീണ്ടും 10-15 മിനിറ്റ് പോവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ബിരിയാണി കഴിച്ച ഉടനെ അതിവിടെ കൊണ്ടുവരണേ. എത്ര പെട്ടെന്ന് കഴിക്കാവോ അത്രയും പെട്ടെന്ന് വീട്ടിൽ പോയിട്ട് കിടന്ന് ഉറങ്ങാമല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. കേശവദാസപുരത്തുള്ള പാരഗണിലാണ്. ഇപ്പോൾ ലുലു മോളിലും പാരഗൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വന്നത് ഇവിടെയാണ്. ലുലു വരെ പോകുവാനുള്ള സാവകാശം ക്ഷമയൊന്നും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കേട്ടോ. ഇത് മറ്റേ കൊമ്പൂച്ച എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡ്രിങ്ക് ഇല്ലേ, അതാട്ടോ. ഇത് അവർ പാരഗൺകാർ തന്നെ ഉണ്ടാക്കുന്ന മേക്ക് ചെയ്യുന്ന ഒരു കൊമ്പൂച്ചയാണ്. അത് എടുക്കാനുള്ള സമയമായിട്ടില്ല. അന്ന് നമ്മുടെ വൈൻ പോലെ കുറേ ദിവസം ഇങ്ങനെ ഇട്ട് വച്ചിരിക്കും എന്ന് തോന്നുന്നു. അത് എടുക്കാനുള്ള സമയമായിട്ടില്ല എന്ന് പറഞ്ഞ് അവരങ്ങനെ നമ്മൾ ഇരിക്കുന്നതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഇങ്ങനെ ഡിസ്പ്ലേക്കല്ല ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനത് എന്താ സംഭവം ചോദിച്ചപ്പോൾ ഞാൻ കരുതി വൈനാവുമെന്ന് കരുതി. അപ്പോൾ അവർ പറഞ്ഞില്ല അത് കൊമ്പൂച്ചയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ സമയം ഇരുന്നപ്പോൾ ഒരു ചേച്ചി മന്ദം ബിരിയാണിയായിട്ട് വരുന്നുണ്ട്. നമ്മുടെ ബിരിയാണി ദേ വന്നു എന്ന് പറഞ്ഞ് നോക്കിയിരുന്നപ്പോൾ നമ്മളിരുന്ന സീറ്റും താണ്ടി ആ ചേച്ചി അങ്ങോട്ടേക്കോ പോയിട്ടോ. വീണ്ടും വിഷമത്തോടെ ഇരുന്നപ്പോഴേക്കും ദേ വരുന്നു ഒരു ചേട്ടൻ വീണ്ടും ബിരിയാണിയായിട്ട്. ശുഭപ്രതീക്ഷയോടെ അത് നമ്മുടെ നമ്മുടെ സീറ്റിലേക്ക് തന്നെ വരുമെന്നുള്ള വിശ്വാസത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. 3 ബിരിയാണി, ഉദ്ദേശിച്ച പോലെ തന്നെ ഒരു മട്ടൻ ബിരിയാണി, 2 ചിക്കൻ ബിരിയാണി, അങ്ങനെ പ്രതീക്ഷയോടെ ഇരിക്കണം. കിട്ടുമോ ഇല്ല, അത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകുന്നതാണോ എന്നൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നപ്പോഴേക്കും അമ്മീ ആശ്വാസം നമ്മുടെ സീറ്റിലേക്ക് തന്നെ ആ പ്ലേറ്റുകൾ വന്നു. എനിക്കും വേദയ്ക്ക് ഓർഡർ ചെയ്ത ഹാഫ് ചിക്കൻ ബിരിയാണി, ഹാഫേ ഓർഡർ ചെയ്തുള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഹാഫാണ് നമ്മുടെയൊക്കെ ഒരു കണക്കെന്ന് പറയുന്നത്. പക്ഷേ ഫുള്ള് വാങ്ങുമ്പോൾ അതങ്ങനെ ഇരുന്ന് കഴിക്കും കേട്ടോ. കഴിച്ച് കഴിഞ്ഞിട്ടിരുന്ന് ഖേദിക്കും, അയ്യോ വയറ് നിറഞ്ഞു പോയല്ലോ എൻ്റെ അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഹാഫാണ് കറക്റ്റ് എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അങ്ങനെ ചിക്കൻ ബിരിയാണി നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. നല്ല നെയ്യുടെയൊക്കെ ഒരു മണം വരുന്നുണ്ട്. ഹാഫ് ആയതുകൊണ്ട് ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ. വേദയ്ക്ക് ഹാഫ് മതി എന്ന് പറഞ്ഞു. വേദന അത്ര കഴിക്കത്തുള്ളൂ മിക്കവാറും. പിന്നെ ചില ദിവസങ്ങളിൽ ഫുൾ വാങ്ങിയിട്ട് ഹാഫ് ആക്കാമെന്ന് പറഞ്ഞിരുന്നാൽ വേദ ചിലപ്പോൾ കംപ്ലീറ്റ് കഴിക്കും. അല്ല ഫുൾ 2 പേർക്കും വാങ്ങിയാൽ വേദ ഫുള്ള് കഴിക്കത്തില്ല. അതാണ് വേദയുടെ ഒരു ഇത്. ഇവിടുത്തെ ചിക്കൻ ബിരിയാണി ഇത്രയും ടേസ്റ്റ് വരാൻ കാരണം പറയുന്നത് ഇവർ ലഗോൺ ചിക്കൻ കൊണ്ടാണ് ചിക്കൻ ബിരിയാണി വയ്ക്കുന്നത്. ലഗോൺ ചിക്കൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ കോഴിയുടെ വേറൊരു ഇതാണ്, കുറച്ച് ഹാർഡായിട്ടുള്ള മീറ്റൊക്കെ ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയാണ് ലഗോൺ ചിക്കൻ. അതുകൊണ്ടാണ് ഇവിടെ പാരഗൺ ബിരിയാണി ഒരു പ്രത്യേക ടേസ്റ്റ് എന്ന് പറയാറുണ്ട്. കാലൊന്നും കടിച്ചിട്ട് വരുന്നില്ല കേട്ടോ. ലഗോൺ ആയതുകൊണ്ടാവാം എന്ന് വിശ്വസിക്കുന്നു. വേദയ്ക്കും ഒരു പീസ് അത്ര ഇതുണ്ടായിരുന്നില്ല കേട്ടോ. അതും ഫുൾ എല്ലായിരുന്നു. എങ്കിലും കുഴപ്പമില്ല. ബിരിയാണി വാസ് നൈസ്, അടിപൊളിയായിരുന്നു. എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു.
ചൂടോടെ നമുക്ക് വയറിന് നിറയുന്ന പാകത്തിനുണ്ടായിരുന്നു ഒരു ഹാഫ് ബിരിയാണി. കുഞ്ഞു കുട്ടികൾക്കൊക്കെ അത്യാവശ്യം കഴിക്കാം, വേദയ്ക്കൊക്കെ പോലുള്ള കുട്ടികൾക്ക് കഴിക്കാനുള്ളതുണ്ടായിരുന്നു. ചിക്കൻ്റെ പീസ് കുറവുണ്ടെന്നേ ഉള്ളൂ, ഒരു പീസേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ചിക്കൻ ബിരിയാണി സൂപ്പർ. അടുത്തുള്ളവരൊക്കെ മീൽസ് കഴിക്കുന്നുണ്ട് കേട്ടോ, അതൊക്കെ നല്ല മീനിൻ്റെയൊക്കെ മണം ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ബിരിയാണിയാണല്ലോ. അവരുടെ പിക്കിളൊക്കെ ഒരു ഡേറ്റ്സ് പിക്കിളായിരുന്നു കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്, വേറൊരു ടേസ്റ്റായിരുന്നു കേട്ടോ. എന്നിട്ട് ഏട്ടൻ്റെ മട്ടൻ ബിരിയാണി എടുക്കുകയാണ്. ഏട്ടൻ്റെ മുഖം കാണിക്കരുതെന്ന് എന്നോട് കർശനമായിട്ട് അപേക്ഷിച്ചത് കൊണ്ട് ഞാൻ പിന്നെ മുഖം കാണിച്ചില്ല. അതും നല്ലതായിട്ട് ഇരിപ്പുണ്ട്. മട്ടനൊക്കെ നല്ല സോഫ്റ്റായിട്ട് വെൽ കുക്ക്ഡായിട്ട് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ടേ. അപ്പോൾ എന്നോട് മുഖം കാണിക്കില്ലെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് പിച്ചി കാണിക്കാൻ പറഞ്ഞപ്പോൾ ചൂട് കേട്ടോ, അവിടെ കിടന്ന് ഇങ്ങനെ തപ്പി പിടിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ പിച്ചി കാണിച്ച് തന്നു, നല്ല സോഫ്റ്റായിട്ടുണ്ട്. എന്നിട്ട് ഞാനൊന്ന് മട്ടൻ ബിരിയാണി ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്ക് മട്ടൻ ബിരിയാണി ഇഷ്ടമായില്ല, എനിക്ക് ചിക്കൻ ബിരിയാണിയാണ് ഇഷ്ടം. ഞാനങ്ങനെ ഇവിടുത്തെ മട്ടൻ ബിരിയാണി കഴിച്ചിട്ടില്ല, ഇപ്പോഴാണ് അത് കഴിക്കുന്നത്. എനിക്ക് മട്ടനോട് വലിയ താല്പര്യമില്ല, ചിക്കനൊക്കെയാണ് ഇഷ്ടം. മട്ടൻ ബിരിയാണി വേറൊരു ടേസ്റ്റ് കേട്ടോ, ചിക്കൻ ബിരിയാണിയുടെ ടേസ്റ്റ് അല്ല, വേറൊരു മസാല പോലെ എനിക്ക് ഫീൽ ചെയ്തു. കൊള്ളായിരുന്നു, കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ചിക്കൻ ബിരിയാണിയാണ് ഇഷ്ടപ്പെട്ടത്. എനിക്ക് ബിരിയാണിയുടെ ബി എഴുതി കാണിച്ചാൽ മതി, അത്രയ്ക്ക് ഇഷ്ടമാണ്. മുന്നേ അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല, പണ്ട് ചിക്കൻ്റെ പീസ് കഴിക്കില്ല, റൈസൊക്കെ ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ പീസ് കഴിക്കും, പിന്നെ പീസ് വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. എനിക്ക് വെറും ചോറ് മാത്രമായാലും മതി, ബിരിയാണി റൈസ് മാത്രമായിട്ട് മതി. ഗീ റൈസല്ല, ഇങ്ങനെ ബിരിയാണി റൈസ്. ചിക്കൻ പീസ് വേണമെന്ന് നിർബന്ധമില്ല. എന്തായാലും ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് കഴിഞ്ഞപ്പോഴേക്കും കൈ വാഷ് ചെയ്ത് വന്നിരുന്നപ്പോഴേക്കും നമ്മുടെ ജ്യൂസ് വന്നു. അപ്പോഴേ ഓർഡർ ചെയ്തത് എന്ത് ബുദ്ധിയായി. ഇവിടെ വന്ന് കൈ വാഷ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ടാട്ടോ ജ്യൂസ് വന്നത്. ഒരു മിൻറ്റ് ലൈമും ഒരു പൈനാപ്പിൾ ജ്യൂസും ഓർഡർ ചെയ്തു. എനിക്ക് പൈനാപ്പിളും ഏട്ടന് മിൻറ്റ് ലൈമുമാണ്. വേദ കുടിച്ചിട്ട് വേദയ്ക്ക് ഭയങ്കര മധുരമെന്ന് കേട്ടോ. എനിക്കങ്ങനെ ഭയങ്കര മധുരമായിട്ടൊന്നും തോന്നിയില്ല. എനിക്ക് മധുരം ഇഷ്ടമുള്ളതുണ്ടാവും. പൈനാപ്പിൾ ജ്യൂസ് നല്ലതായിരുന്നു, ലൈം ജ്യൂസും നല്ലതായിരുന്നു, ലൈം മിൻറ്റ്. എന്നിട്ട് വേദയ്ക്കാൻ പറഞ്ഞത് ഡെസേർട്ടാണ് ഓർഡർ ചെയ്തത്, വൈറ്റ് ചോക്ലേറ്റ് ബോണ്ടി. സൂപ്പറായിരുന്നു കേട്ടോ, അടിപൊളി. ഈ വൈറ്റ് ചോക്ലേറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. 180 റുപ്പീസേ ഉള്ളൂ വൈറ്റ് ചോക്ലേറ്റ് ബോണ്ടി വിത്ത് ഐസ്ക്രീം കേട്ടോ. വൈറ്റ് ചോക്ലേറ്റ് ബോണ്ടി മാത്രമാണെങ്കിലും 140 എന്തേ ഉള്ളൂ. പക്ഷേ സൂപ്പർ നൈസായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്ക് അത്ര വൈറ്റ് ചോക്ലേറ്റ് പ്രിയം ഉള്ള ആളല്ല, എങ്കിലും അത് കഴിച്ചപ്പോൾ നിറയെ അതിനകത്ത് പിസ്തയുടെയും കാഷ്യൂസും പിന്നെ ആൽമണ്ട്സും ഒക്കെ ഇട്ടിട്ട് നല്ലൊരു സംഭവമായിരുന്നു കേട്ടോ. ഞാനൊരു കഴിച്ചിട്ടില്ലാത്തൊരു ടേസ്റ്റായിരുന്നു. പാരഗൺ പോകുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യാം, നല്ലൊരു സാധനമാണ്. അങ്ങനെ അതെല്ലാം കഴിച്ചു. മറ്റേ ജ്യൂസ്, പൈനാപ്പിൾ ജ്യൂസ് വാങ്ങിയ സമയത്ത് ഇത് വാങ്ങിയാൽ മതിയായിരുന്നു എന്ന് ഞാൻ പിന്നീട് ഖേദിച്ചു കേട്ടോ. ഒന്ന് ടേസ്റ്റ് അറിയാനായിട്ടാണ് വാങ്ങിയത്, പക്ഷേ സംഭവം കൊള്ളായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഇരുന്നപ്പോഴേക്കും നമ്മുടെ ബില്ല് എത്തിയിട്ടുണ്ട്. ബില്ല് വലിയ ബില്ലായിട്ട് എനിക്ക് തോന്നിയില്ല, 1200 റുപ്പീസിനുള്ളിലേ ആയിട്ടുള്ളൂ. അപ്പോൾ ചിക്കൻ ബിരിയാണി ഹാഫിൻ്റെ വില വന്നിട്ട് 185 ആണ്, ഫുള്ളപ്പോൾ 200 സംതിങ് എന്തോ കേട്ടോ. മട്ടൻ ബിരിയാണി 360, പിന്നെ പൈനാപ്പിൾ ജ്യൂസ് 140 ആയിരുന്നു കേട്ടോ. മിൻറ്റ് ലൈം 60, മറ്റേ സാധനം 180. എന്നിട്ട് അവരൊരു ഫീഡ്ബാക്കിൻ്റെ ഒരു ഇത് കൊണ്ട് തന്നിട്ടൊന്ന് ഫില്ല് ചെയ്യാൻ പറഞ്ഞു. ഞാൻ എല്ലാം നല്ലത് കൊടുത്തു കേട്ടോ, ഗുഡ് കൊടുത്തു. ഫുഡ് എനിക്ക് ചിക്കൻ കുറച്ചുകൂടെ സോഫ്റ്റ് ആയാൽ കൊള്ളാം എന്നുള്ളത് കൊണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ ഗുഡേ കൊടുത്തുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ എക്സലൻ്റ് കൊടുത്തു. ചിക്കൻ കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആവായിരുന്നു. പക്ഷേ അവരെന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എങ്കിൽ നമുക്ക് ചിക്കൻ ബിരിയാണി തന്നെ മാറ്റായിരുന്നല്ലോ, ചിക്കൻ പീസ് മാറ്റായിരുന്നല്ലോ, മാം പറയാത്തന്തേ. അവിടെ നിന്ന ആളും എന്നോട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ ചിക്കൻ്റെ കാര്യം പറഞ്ഞു, അയ്യോ കഴിക്കുന്നതിന് മുന്നേ പറയുന്നെങ്കിൽ നമുക്ക് പീസ് മാറ്റായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരു നല്ലൊരു സർവീസും നല്ലൊരു ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഇനി ചെന്ന് കിടന്നാൽ മതി എന്നും പറഞ്ഞാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ. പക്ഷേ ഇവിടെ നിന്ന് പോകുമ്പോഴേക്കും ഉറക്കമൊക്കെ അങ്ങ് പോകും കേട്ടോ. അങ്ങനെ ഫീഡ്ബാക്കും എല്ലാം കൊടുത്തിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. കണ്ടോ എൻ്റെ ഫീഡ്ബാക്ക് ഇങ്ങനെയാണ്. ആദ്യം ഞാൻ എക്സലൻ്റ് ഇട്ടിട്ട് പിന്നെ ഗുഡാക്കി, പിന്നെ ബാക്കിയെല്ലാം എക്സലൻ്റ് കൊടുത്തു കേട്ടോ. ഞങ്ങൾ കഴിച്ചിറങ്ങിയപ്പോഴേക്കും ഒരു 3:30-4 മണി അടുപ്പിച്ചാവും. അപ്പോഴും സ്റ്റിൽ ആ തിരക്ക് ഉണ്ട്, അതേപോലെ ഉണ്ട്. നിറയെ ആൾക്കാരുണ്ട്. താഴേക്ക് ഇറങ്ങിയപ്പോൾ അവിടെയും ഇത് തന്നെയാണ് അവസ്ഥ കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. ഇനി വീട്ടിൽ ചെന്നൊന്ന് മലർന്ന് കിടക്കണം, അത് നടക്കുമെന്ന് തോന്നണില്ല. ബിരിയാണി എല്ലാം കഴിച്ചിട്ട് ഒന്ന് കിടക്കാമെന്ന് വെച്ചിട്ട് സമയം 4 ബിരിയാണി കഴിച്ചിട്ട് വീടെത്തിയപ്പോൾ പിന്നെ ഉറങ്ങാൻ പറ്റില്ലല്ലേ. അങ്ങനെ നമ്മൾ വന്നിവിടെ ഇരിക്കുകയാണ്. നമ്മളിവിടെ ചെറിയൊരു പരിപാടി, അത് നാളത്തെ വീഡിയോയിൽ കാണിക്കാം അതെന്താണെന്ന്. അപ്പോൾ ബാക്കി ഇവിടുത്തെ എന്താ പരിപാടി എന്നുള്ളത് നാളത്തെ വീഡിയോയിൽ കാണിക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കുടനെ കാണാം. ടാറ്റാ, ബൈ ബൈ.